ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അതുൽ, ചീഫ് ഫിസിഷ്യൻ ആരാധന ആയുർവേദ മണ്ണാർക്കാട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കുറിച്ചാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് ദ നീ ജോയിൻറ്റ്. ആയുർവേദത്തിൽ ഇതിന് സന്ധിവാദം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അസ്ഥി സന്ധിശോധന എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം പല ടൈപ്പുള്ള വാതരോഗങ്ങളുണ്ട്. ആമവാദം, സന്ധിവാദം, രക്തവാദം, അല്ലേ? പല ടൈപ്പുകളിൽ അത് ഒരു ടൈപ്പാണ് ഈ സന്ധിവാദം. എന്തുകൊണ്ടാണ് ഈ സന്ധിവാദം ഉണ്ടാവുന്നത്? സന്ധിവാദം ഉണ്ടാവാനുള്ള കാരണം, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൽ വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ആയുർവേദ പ്രകാരം നമുക്ക് അതിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ നോക്കുക. ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പല രോഗികളും പറയാറുണ്ട്, സാറേ ഞാൻ രാവിലെ നീച്ച ഉടനെ എനിക്ക് വേദന ഉണ്ടാവാറുണ്ട്, കാല് കുത്താൻ വയ്യാത്ത വേദന, അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് പോലെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വേദന മാറും. നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു വേദന മാറി വരും. പക്ഷെ ചില പേഷ്യൻസ് ഇങ്ങനെയും പറയാറുണ്ട്, സാറേ കുറേ വർക്ക് ചെയ്യുമ്പോൾ വേദന ഇങ്ങനെ കൂടി വരും, അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്ത് ഇരുന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വേദന കുറഞ്ഞു വരും, ചിലപ്പോൾ അത് മാറിയെന്നും വരും. അപ്പോൾ അധികം വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു വേദന അധികമായിട്ട് വരാറുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പാണ്, ഒന്ന് ആമവാദം, ഒന്ന് സന്ധിവാദം. പല ടൈപ്പുള്ള വാദങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സന്ധിവാദത്തിൽ പറയുമ്പോൾ നമ്മുടെ ആ ജോയിൻസിൻ്റെ അധികമായിട്ടുള്ള യൂസ് ചെയ്യുമ്പോൾ വേദന എന്താവും, കൂടി വരും. അത് കഴിഞ്ഞ് നമ്മൾ ആ ജോയിൻസിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുമ്പോൾ ആ വേദന കുറയും, അല്ലേ? സന്ധിവാദം അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറഞ്ഞ പേരാണ് അസ്ഥി സന്ധിശോധ, സന്ധിവാദം എന്നും വിളിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ആർക്കൊക്കെയാണ് അധികം കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കാണണം. അപ്പോൾ മെയിൽസ് ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും കുട്ടികൾക്ക് വരെ ഇപ്പോൾ കാണാറുണ്ട്. പക്ഷേ അധികം നോക്കുമ്പോൾ ഫീമെയിൽസിലായിരിക്കും. കുറച്ച് ഭാരമുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് അത് അധികം കാണും. അപ്പോൾ ഇതിന് വേറൊരു പേരുണ്ട്, വെയർ ആൻഡ് ടിയർ, അല്ലേ? വെയർ ആൻഡ് ടിയർ. ആ കാർട്ടിലേജസ് ഉണ്ടാവും നമ്മുടെ നീ ജോയിൻറ്റ്സ് പറയുമ്പോൾ. രണ്ട് ജോയിൻറ്റ് തമ്മിൽ ഉണ്ടാക്കുന്ന രണ്ട് ബോൺസ് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ജോയിൻ്റാണ് എന്ത്, ഈ നീ ജോയിൻറ്റ്. ആക്ച്വലി 3 ഉണ്ടെങ്കിലും 2 പാർട്ടിസിപ്പേഷൻ അധികം ഉള്ളത്. ഫീമർ ബോണും ടിബിയ പറഞ്ഞൊരു ബോണും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, കാർട്ടിലേജസ് ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഈ കാർട്ടിലേജസും ഈ സൈനോവിയൽ ഫ്ലൂയിഡും നമ്മുടെ ബോൺസിന് ഒരു കുഷൻ പോലെ, അപ്പോൾ നമ്മുടെ ബോണിന് ഒരു കുഷൻ പോലെ അതെന്ത് ചെയ്യും, ഒരു കുഷൻ പോലെ ആക്ട് ചെയ്യും. ഈ കാർട്ടിലേജസും സൈനോവിയൽ ഫ്ലൂയിഡൊക്കെ രണ്ട് ബോണ് തമ്മിലുള്ള ആ ഗ്യാപ്പിനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോണിനൊക്കെ ഒരു മൂവ്മെൻറ്റ്സിലൊക്കെ ഹെൽപ്പും ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഏജ് കൂടുമ്പോൾ, കുറച്ച് വയസ്സാകുമ്പോൾ 60 വയസ്സിന് മുകളിലൊക്കെ ആകുമ്പോൾ ഈ കാർട്ടിലേജസിൽ എന്തുണ്ടാവും, ഡീജനറേഷൻ ഉണ്ടാവും. ഈ സൈനോവിയൽ ഫ്ലൂയിഡ്സ് ഒക്കെ എന്തായി മാറും, ഡ്രൈ ആയി ആവും. എന്താ വെച്ചാൽ നമ്മുടെ ആയുർവേദം പറയുമ്പോൾ വാദം കൂടുമ്പോൾ, അല്ലേ? ഇതൊരു വാദവ്യാധിയാണ്, ഒരു വാദം, വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് വാദവ്യാധിയാണ്. അപ്പോൾ ഇതിലെന്ത് വാദദോഷം കൂടിയിരിക്കും, അല്ലേ? അപ്പോൾ വാദദോഷം കൂടുന്നത് എപ്പോഴാണ്, വയസ്സ് അധികമാകുമ്പോൾ 60-ന് മുകളിലും 70-ന് മുകളിലൊക്കെ ആകുമ്പോഴാണ് വാദദോഷം കൂടുക. അല്ലെങ്കിലും വാദദോഷം ബോഡിയിൽ ഉണ്ടാവും. 3 ദോഷങ്ങളിലും വാദം, പിത്തം, കഫം, അല്ലേ? ഈ വാദദോഷം അധികമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ രൂക്ഷത കൂടും, നമ്മുടെ ഡ്രൈനെസ് കൂടും. അപ്പോൾ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഞാൻ പറഞ്ഞല്ലോ, അതിലെന്തുണ്ടാവും, ഡ്രൈനെസ് സംഭവിക്കും. അങ്ങനെ തന്നെ ഈ കാർട്ടിലേജസ് ഏജ് റിലേറ്റഡ് ആവുകൊണ്ട് തന്നെ ഈ കാർട്ടിലേജസ് ഉണ്ടാവും, ഡീജനറേറ്റ് ആവും. അപ്പോൾ ഈ 2 ബോൺസ് എന്താവും, കൂട്ടിമുട്ടാൻ തുടങ്ങും. 2 ബോൺസ് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇങ്ങനെ ഉരയ്ക്കാൻ തുടങ്ങും. ഉരച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അവിടെ ഓസ്റ്റിയോഫൈറ്റിക് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. 2 ബോൺസിന് തമ്മിൽ ഉരയ്ക്കുമ്പോൾ അവിടെ ഓസ്റ്റിയോപോറോസിസ് ആ സംഭവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ, നമ്മുടെ നീ ജോയിൻ്റ് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു കേസിലൊക്കെ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻസ് ഒക്കെ കാണാം. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഡിഗ്രി എത്രയുണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്കൊരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതറിയാം. അധികമുള്ള ഭാരം എടുത്താലും നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഭാരമൊക്കെ എവിടേക്കാണ് പോകുന്നത്, നമ്മുടെ നീ ജോയിൻസിലേക്കാണ്. ഹിപ്പ് ജോയിൻറ്റ് കഴിഞ്ഞിട്ട് നീ ജോയിൻസിലേക്കാണ് അധികമുള്ള ഭാരം പോകണം. അപ്പോൾ അധികം ഭാരമുള്ള വ്യക്തിയാണെങ്കിലും നീ ജോയിൻറ്റിലേക്കുള്ള പ്രഷർ കൂടും, ഇൻഡയറക്റ്റ്ലി നമ്മുടെ കാർട്ടിലേജസിലേക്കുള്ള പ്രഷർ കൂടും. അതല്ല, അധികമുള്ള ഭാരം എടുത്താലും പിന്നെ അധികം വിഗ്രസ് ആക്ടിവിറ്റീസ്, ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ പുറമെ നമ്മൾ അധികമായിട്ട് ആ ജോയിൻറ്റിനെ അധികമായിട്ട് യൂസ് ചെയ്യാം, ഓവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അധികം എക്സസൈസ് ചെയ്യാം, അതൊക്കെ ഇൻഡയറക്റ്റ്ലി ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ ആഹാരത്തിൽ നമ്മൾ വാദം കൂടുന്ന ഭക്ഷണങ്ങൾ അധികം കഴിക്കുക, കിഴങ്ങ് വർഗ്ഗങ്ങൾ അധികം കഴിക്കുക, അല്ലെങ്കിൽ തണുപ്പുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കുക, ഡ്രിങ്ക്സ് ആണെങ്കിലും തണുപ്പുള്ള അധികം കഴിക്കുക, വിരുദ്ധ ആഹാരം സേവിക്കുക, അല്ലെങ്കിൽ AC അല്ലെങ്കിൽ കൂളറിൻ്റെ ഒക്കെ അടുത്ത് പോയിരിക്കുക. അപ്പോൾ അധികമായിട്ടുള്ള തണുപ്പ് കൊള്ളുക, അല്ലെങ്കിൽ തണുപ്പുള്ള ആഹാരം
എന്താ പറയുക ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ വാദം പിന്നെയും വർദ്ധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വരാനുള്ള കാരണം. ഞാൻ പറഞ്ഞു അതിൻ്റെ അടുത്ത കാരണം എന്താ വെച്ചാൽ വയസ്സ്. അപ്പോൾ നമ്മുടെ വയസ്സ് കൂടുമ്പോൾ ഒരു ഏജ് റിലേറ്റഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ വയസ്സ് ഒരു പ്രധാന ഫാക്ടറാണ്. പിന്നെ വേറെ ഒന്നാണ് നമ്മൾ വിരുദ്ധാഹാരം. ഞാൻ പറഞ്ഞില്ലേ, പുറമേ നിന്ന് നമ്മൾ ഉടനെ തന്നെ നമ്മളെന്താ പറയുക, പുറമേ നിന്ന് എല്ലാം കളിച്ച് വരുന്നു, നല്ല വേർത്തുന്നു, ഉള്ളിൽ വന്നിട്ട് നേരെ പോയി കുളിക്കുന്നു, അല്ലെങ്കിൽ നേരെ തണുത്ത വെള്ളം കുടിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു വിരുദ്ധമാണ്, നമ്മുടെ ചെയ്യാൻ പാടില്ല, നമ്മുടെ ശരീരത്തിന് നല്ലതല്ലാത്തൊരു സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു ഏജ് റിലേറ്റഡ് കണ്ടീഷൻ ആവുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ ഒരു വിയർ ആൻഡ് ടിയർ ഓഫ് കാർട്ടിലേജസ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിന് വിയർ ആൻഡ് ടിയർ ഡിസീസ് എന്നും പറയും, വിയർ ആൻഡ് ടിയർ ഓഫ് കാർട്ടിലേജസ് അല്ലേ. അപ്പോൾ അങ്ങനെ വിളിക്കേണ്ടത് തന്നെ നമ്മുടെ ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ 20 വയസ്സ് 30 വയസ്സുള്ള ആൾക്കാരുടെയിലും നമുക്ക് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് ചേഞ്ച് കാണുന്നുണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ചേഞ്ചസ് കാണുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ജോയിൻസിനെ അല്ലെങ്കിൽ ആ ഒരു ജോയിൻസിനെ അധികമായിട്ട് യൂസ് ചെയ്യാണ്, അധികം വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നു, ആ കാർട്ടിലേജസിൻ്റെ വിയർ ആൻഡ് ടിയർ അധികമായിട്ട് സംഭവിക്കുന്നു. അപ്പോൾ 20 വയസ്സായാലും 30 വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും നമുക്ക് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണാൻ കഴിയും. അപ്പോൾ അതിനൊരു ഏജ് എന്ന് ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് നമ്മളിപ്പോൾ വിളിക്കാറ്. നമുക്ക് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ആദ്യത്തെ സിംറ്റംസ് പറയുമ്പോൾ, ഫസ്റ്റ് സിംറ്റം പറയുമ്പോൾ പെയിൻ തന്നെയാണ് അല്ലേ. നമ്മുടെ ജോയിൻസിൽ ഉണ്ടാവുന്ന വേദന. അപ്പോൾ ഞാൻ പറഞ്ഞു ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ വേദന എങ്ങനെയായിരിക്കും, നമ്മൾ അധികം വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അധികം വർക്ക് ചെയ്യുമ്പോൾ അധികം നടക്കുമ്പോൾ ഒക്കെ ആ വേദന കൂടി വരും. കുറച്ച് കഴിഞ്ഞിട്ട് ആ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വേദന കുറയും. ആ ടൈപ്പ് ഓഫ് വേദനയായിരിക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അപ്പോൾ രണ്ടാമത്തെ ഞാൻ പറയുമ്പോൾ അതിന് സ്വെല്ലിങ്, നമുക്ക് അവിടെ സ്വെല്ലിങ് കാണാൻ കഴിയും. അലോങ് വിത്ത് റെഡ്നെസ് ഉണ്ടാവാം, ബേണിങ് സെൻസേഷൻ ഉണ്ടാവാം. പിന്നെ നമ്മൾ ആ മുട്ട് ഒക്കെ എക്സാമിൻ ചെയ്യുമ്പോൾ മുട്ടിൻ്റെ ഏത് മുട്ടിലാണോ, റൈറ്റിലാണോ ലെഫ്റ്റിലാണോ ഒക്കെ ഒരു കൈ വെച്ചെന്ന് ഇങ്ങനെ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സൗണ്ട് കേൾക്കാൻ കഴിയും. ഇതിൽ സ്ക്രെപ്പിറ്റസ് എന്ന് പറയും, കട്ട് എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ കേൾക്കാം. അത് നമുക്ക് മനസ്സിലാക്കാം ആ ബോണിൻ്റെ നീ ജോയിൻറ്റിൻ്റെ സൈനോവിയൽ ഫ്ലൂയിഡ് അവിടെ ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ബോണും എന്താവാണ് കൂട്ടിമുട്ടാൻ തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ക്രെപ്പിറ്റസിൻ്റെ ഒരു അത് നമുക്ക് കേൾക്കാൻ കഴിയും. അടുത്ത സ്റ്റിഫ്നെസ് ഉണ്ടാവും, ജോയിൻറ്റ് സ്റ്റിഫ്നെസ് നമുക്ക് അതിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ്, നമ്മുടെ തൈ മസിൽസ് ആണെങ്കിലും അങ്ങനത്തെ കാഫ് മസിൽസ് ആണെങ്കിലും അവിടെ വീക്ക്നെസ്, നമ്മുടെ ആ മസിൽ വീക്ക്നെസ് ഒക്കെ അവിടെ അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഡിഫോമിറ്റീസ് ഒക്കെ നമുക്കതിൽ കാണാൻ കഴിയും. ബോ ലെഗ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഫ്ലെക്ഷൻ ഡിഫോമിറ്റി, കാലിലൊക്കെ നടത്തത്തിൽ പല ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ലേറ്റർ സ്റ്റേജിലൊക്കെയാണ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ലേറ്റർ സ്റ്റേജിലൊക്കെയാണ് അതൊക്കെ കാണാൻ കഴിയുക. ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എക്സസൈസാണ് ചെയ്യുക, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിക് എക്സസൈസ് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലായിരിക്കും അത് പറയാൻ കഴിയുക. 5 എക്സസൈസ് ഞാൻ പറയും. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണണം നിങ്ങൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും അത് ഉൾപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ആയുർവേദ പ്രകാരം നമുക്ക് എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാര വിധി നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, വേദന ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാല് കുറച്ച് ദിവസം റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫെർമെൻറ്റേഷൻ, സ്വേദനം എന്ന് പറയും, അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്കറിയാം ആവണക്കെണ്ണ, ഏരണ്ട തൈലം എന്ന് പറയും. ആ ഏരണ്ട തൈലം വെച്ചിട്ട് നമുക്ക് ആ മുട്ടിൽ മസാജ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ വേദന നല്ലോണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഏരണ്ട തൈലത്തിൻ്റെ എണ്ണ വെച്ചിട്ട് തന്നെ മസാജ് ചെയ്യാതെ തന്നെ കുറേയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക കുറഞ്ഞു കിട്ടും, വേദനയൊക്കെ കുറഞ്ഞു കിട്ടും. അങ്ങനത്തെ നിങ്ങൾ നടക്കാനും ഇരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഈ സ്റ്റിഫ്നെസ് കാരണവും ആ ജോയിൻസിന് ലുബ്രിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഏരണ്ട തൈലം വെച്ച് നിങ്ങൾക്ക് ഡെയിലി 1 to 2 times മസാജ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്ക് മഞ്ഞളും പാലിൽ ഇട്ടിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. ചൂടുവെള്ളം വെച്ച് സ്റ്റീം ചെയ്യുക, അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്വേദനകർമ്മം ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ലാതെ നമ്മുടെ ആയുർവേദത്തിൽ പഞ്ചകർമ്മ തെറാപ്പീസിൻ്റെ ബസ്തിയുണ്ട്, സ്നേഹന അഭ്യംഗം ഓയിൽ വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യാൻ തെറാപ്പി ഉണ്ട്, ജാനുബസ്തി പറഞ്ഞ തെറാപ്പി ഉണ്ട്, സ്വേദനം ചെയ്യാം, ബസ്തി ചെയ്യാം, അങ്ങനെ തന്നെ ലേപകർമ്മങ്ങളും ഉണ്ട്. അപ്പോൾ പല ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് പിന്നെ പല ആയുർവേദ മെഡിസിൻസ് ഉണ്ട്. രാസനാദിക്വാതം, മഹാരാസനാദിക്വാത്ത്, അങ്ങനെ ഗുഗുലു ഉണ്ട്, ശല്യക്കി ഉണ്ട്, പല ഇതുമുണ്ട്. പക്ഷേ ഓരോ വ്യക്തികളുടെ എന്താ പറയുക കണ്ടീഷൻസ് വേറെ ആയിരിക്കും, ദേഹപ്രകൃതി വേറെ ആയിരിക്കും, രോഗത്തിൻ്റെ
തീവ്രത വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിസിൻസ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ആയുർവേദിക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഏത് മെഡിസിൻസ് ഉപയോഗിക്കുകയാണെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അത് മാത്രം കൺസൾട്ട് ചെയ്ത് മാത്രം നിങ്ങൾ മെഡിസിൻസ് ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. ഫ്രീ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ 5ാം വാർഷികം അനുബന്ധിച്ച് നമ്മുടെ ആരാധന ആയുർവേദ പയ്യനടുത്തുള്ള ആരാധന ആയുർവേദ മെഡിക്കൽസിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ആയുർവേദിക് കൺസൾട്ടേഷൻ ഉണ്ട്. പക്ഷേ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യണമെങ്കിലും ഓഫ്ലൈനായിട്ട് ഡയറക്റ്റ് വന്ന് കൺസൾട്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ബുക്കിംഗ് മസ്റ്റാണ്. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്ലോട്ട്സ് ലഭിക്കും. ആ സ്ലോട്ട്സ് പ്രകാരം നിങ്ങൾ വന്ന് തീർച്ചയായിട്ടും നമ്മുടെ സേവനം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിസിൻസിലൊക്കെ നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ ഏതെങ്കിലും മെഡിസിൻസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ 5 ഫിസിയോതെറാപ്പി എക്സസൈസ് എന്തൊക്കെയാണ് നമുക്ക് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് ദ ന്യൂ ജോയിൻറ്റ്സ്, ഈ സന്ധിവാദം, നമ്മുടെ നീ ജോയിൻറ്റ് സന്ധിവാദത്തിൽ നമുക്ക് ഏതൊക്കെ എക്സസൈസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും പറയണതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.